വെൽക്കം ബാക്ക് ടു മിഴിയോറും. ഇന്ന് നമ്മളോടൊപ്പം ഇവിടെ NTVയിൽ എത്തിയിരിക്കുന്നത് ആയുർവേദിക് ഹെർബൽ ഹെൽത്ത് സെന്ററിലെ ഡോക്ടർ കെ ലത്തീഫാണ്. ഡോക്ടർ ഫൈബ്രോമാലജിയ അഥവാ അകാരണമായ ബോഡി പെയിൻ, ഇതിനെക്കുറിച്ചാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ഇത് സംബന്ധമായി നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ചോദ്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിളിച്ച് ഡോക്ടറോട് നേരിട്ട് ചോദിക്കാവുന്നതാണ്. അവിടെ ഡോക്ടർ ഇപ്പം ട്രീറ്റ്മെൻറ്റ്സിനെ കുറിച്ച് പറഞ്ഞു. അപ്പം നമ്മളെ മസിലിനെ ബാധിക്കുന്ന അല്ലെങ്കിൽ നമ്മളുടെ പേശി അല്ലെങ്കിൽ അതിനെ ബാധിക്കുന്ന വേറെ തരത്തിലുള്ള രോഗങ്ങൾ, ഇപ്പം ഫൈബ്രോമാലജി അല്ലാതെ ഏതൊക്കെ രോഗങ്ങളാണ് കണ്ടുവരുന്നത്? ഒരുപാട് രോഗങ്ങളുണ്ട്, പേശി സംബന്ധമായ രോഗങ്ങൾ. ഇപ്പം ഒരു ഇൻഫ്ലമേറ്ററി ജോയിൻറ്റ് ഡിസീസ് ആണെങ്കിൽ പോലും അതിൻ്റെ കണക്റ്റീവ് ടിഷ്യൂസിനും മസിൽസിനൊക്കെ ബാധിക്കാം. ഇപ്പോൾ റൊമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ആണ്, അതൊക്കെ അതുപോലെ ഇൻഫെക്റ്റീവ് ആർത്രൈറ്റിസ് ആണ്. അതൊക്കെ തീർച്ചയായിട്ടും ആ ഭാഗത്തുള്ള സ്വെല്ലിങ് കൊണ്ടും അതിന് റിലേറ്റഡ് മസിൽസുമായി ബന്ധിക്കും. അതിന് നമുക്കൊരു സ്പെസിഫിക് ലക്ഷണമുണ്ട്, ഒബ്ജക്റ്റീവ് സിംറ്റംസ് ഉണ്ട് കാണാൻ. മനസ്സിലായി? അൺലൈക്ക് ഫൈബ്രോമാലജി നമ്മൾ വ്യക്തമായിട്ട് രോഗലക്ഷണം കണ്ടാൽ തന്നെ നമുക്ക് ഏകദേശം ഒരു ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയയിലേക്ക് ചിന്തിക്കാൻ പറ്റും. ഇതും ഇങ്ങനെയാണ് ചെറിയൊരു മസിൽ പെയിൻ വരുമ്പോൾ തന്നെ ഫൈബ്രോമാലജി ഡയഗ്നോസ് ചെയ്യാൻ പറ്റില്ല. എല്ലാം റൂൾ ഔട്ട് ചെയ്തതിന് ശേഷമല്ല ഫൈബ്രോമാലജി. ഞാൻ വളരെ നേരത്തെ പറഞ്ഞു, പിന്നെ ഫൈബ്രോമാലജി എന്ന് പറഞ്ഞ രോഗം സർവ്വസാധാരണമായി കാണുന്ന ഒരു രോഗവിഭാഗത്തിൽപ്പെട്ടതല്ല. അഡ്മിറ്റ് ചെയ്ത ആംബുലേറ്ററി പേഷ്യൻസ് മിക്കവാറും ഞാൻ പറഞ്ഞ 3 to 10% ഓഫ് ദ പീപ്പിളാണ് ഈ ഫൈബ്രോമാലജി. കാരണം മറ്റേ നമ്മുടെ ജനറൽ ആക്ടിവിറ്റീസിനെ, ഡെയിലി ആക്ടിവിറ്റീസിനെ ബാധിക്കുന്ന രോഗങ്ങൾ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ടൊരു ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, കാലിൻ്റെ മുട്ടിന് തേയ്മാനമുണ്ട്, അല്ലെങ്കിൽ ഒരു റൊമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഉണ്ടെങ്കിൽ പോലും മരുന്ന് കഴിച്ച് വേദന കഴിഞ്ഞ് പേഷ്യൻറ്റിന് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇൻവോൾവ് ചെയ്യാൻ പറ്റും. ഫൈബ്രോമാലജി പേഷ്യൻസിന് ടോട്ടൽ മസിൽ പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ യു വിൽ ബി മോർ ഡിസേബിൾഡ്, ലൈക്ക് ഐ ഫീൽ ലൈക്ക് ദാറ്റ്. മനസ്സിലായി എന്താണ് നടക്കാതാവാത്ത സിറ്റുവേഷൻസ് വരാറ്, നടക്കാൻ പറ്റാതെ ചില ട്രിഗർ ചെയ്യുമ്പോൾ ഭയങ്കര അസ്വസ്ഥത ഉണ്ടാകും. പേഷ്യൻറ്റ് രാവിലെ എണീക്കുമ്പോൾ തന്നെ ഭയങ്കര ഡിസ്കംഫർട്ടായിരിക്കും, കംപ്ലീറ്റ് പെയിൻ. ബെഡ് റിഡൻ ആയിട്ട് പോവാറുണ്ടോ പേഷ്യൻസ് ഇങ്ങനെ ഫൈബ്രോമാലജി? അങ്ങനെ ഫൈബ്രോമാലജി എന്നിട്ട് കംപ്ലീറ്റ് പാരലൈസ്ഡ് പോകുന്ന കണ്ടീഷൻ ഒന്നുമില്ല. ഈ പെയിൻ സഹിക്കുക എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. നമുക്ക് അതിലേക്ക് വരാം ഡോക്ടർ. ഒരു കോളർ എത്തിയിരിക്കുകയാണ്. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, മിഴിയോരത്തിലേക്ക് സ്വാഗതം. ഹലോ, നമസ്കാരം. ആരാ ഇത്? നമസ്കാരം, എന്റെ പേര് ജോഷി എന്നാണ്. എന്റെ വൈഫിന് വേണ്ടിട്ടാ വിളിച്ചത്. ഡോക്ടറോട് ചോദിച്ചോളൂ. പറയൂ ജോഷി. ഒരു സെക്കൻഡ് ഡോക്ടർ, ഞാൻ വൈഫിന് കൊടുക്കാം. ഹലോ ഹലോ ഡോക്ടർ, എന്റെ പേര് ഗീത. പറയൂ. എനിക്ക് ഈ കാലിന്റെ മുട്ട് ഭയങ്കര വേദന. ഇപ്പൊ നീ ക്യാപ്പ് ഇട്ടിട്ട് നടക്കുമ്പോ കുഴപ്പമില്ല. ഗീത എത്ര വയസ്സുണ്ട്? 43. നല്ല തടിയുള്ള ആളാണോ? ഞാനൊരു ഇത്തിരി തടിയുണ്ട്, കാലിന് പക്ഷെ തീരെ വണ്ണില്ല. കാലിന് വണ്ണില്ല അല്ലേ? രണ്ട് കാൽമുട്ടിനുണ്ടോ? ഒരു കാലിനേ ഉള്ളൂ? ഇല്ല, ഒരു കാലിനുള്ളൂ, വലത്തെ കാലിന് മാത്രം. എന്തെങ്കിലും നടക്കുമ്പോഴോ മറ്റോ കാല് തിരിയോ മറിയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഇല്ല, ഞാൻ ഒരു മാസമായിട്ട് യോഗയ്ക്ക് പോണ്ടേ. അപ്പൊ യോഗയ്ക്ക് പോയി രാവിലെ പോകും, പിന്നെ വൈകിട്ട് ഞാൻ 1 മണിക്കൂറോളം നടക്കാറുണ്ട്. അപ്പൊ ഒരു ദിവസം ഈ കഴിഞ്ഞ വെനസ്ഡേ നടക്കാനായിട്ട് താഴെ ഇറങ്ങി പോയിട്ട് മുട്ടിന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു മിന്നല് പോലെ തോന്നി. നീരുണ്ടാ? അന്ന് നീരുണ്ടായിരുന്നു 2 ദിവസം. എന്നിട്ട് ഞാനൊരു ഓയിൽഫൻ പറയുന്ന ഓയിൽമെന്റ് മേടിച്ച് പരത്തി. ഇപ്പോഴും ഇടയ്ക്ക് താഴെ ഇങ്ങനെ നിൽക്കുമ്പോ നല്ല നീര് വരുന്നുണ്ട്. അന്ന് നടക്കുമ്പോഴോ അതുപോലെ യോഗയുടെ ചില പൊസിഷൻസ് മൂവ്മെന്റ് ചെയ്യുമ്പോഴോ കാലിന് വല്ല സ്ട്രെയിൻ മറ്റും ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, പക്ഷെ എനിക്ക് മുട്ട് കുത്തിങ്ങാട്ടൊന്നും ചെയ്യാനായിട്ട് പറ്റാറില്ല. എന്നാലും ഞാനിത് മാറുന്നു വിചാരിച്ച് ചെയ്യാറുണ്ട്. അത് എനിക്ക് തോന്നുന്നു. നിങ്ങള് വെയിറ്റ് എത്ര ഓർമ്മണ്ടാ? വെയിറ്റ് 70. ഹൈറ്റോ? 5 അടി 5. അപ്പൊ വെയിറ്റ് വളരെ കൂടുതലാണ്. നിങ്ങൾക്കൊരു 50-55 കിലോ, ഒരു 20 കിലോത്തിന്റെ അടുത്ത് കൂടുതലുണ്ടാവും. തീർച്ചയായിട്ടും കാലിന്റെ മുട്ടാണ് നമ്മുടെ ശരീരത്തിന്റെ ഭാരം താങ്ങുന്ന ജോയിൻസ്. മാത്രമല്ല നിങ്ങൾ തന്നെ പറഞ്ഞു കാലിൽ പൊതുവേ ശരീരത്തെ അപേക്ഷിച്ച് വണ്ണം കുറവാണെന്ന് അല്ലേ? അപ്പം ഏറ്റവും വെയിറ്റുള്ള സാധനത്തിന്റെ അടിയിൽ വേറെ സാധനം വെച്ചിട്ടുണ്ടെങ്കിൽ ആ സാധനത്തിന് പ്രഷർ വരില്ലേ എന്ന് പറഞ്ഞ പോലെ കാലിലൊരു സ്ട്രെയിൻ വന്നിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം. നോക്കിയാലേ പറയാൻ പറ്റും മസിൽ സ്ട്രെയിൻ ആണോ അതോ. നിങ്ങളുടെ ഈ എത്ര വയസ്സ് പറഞ്ഞു? 42 43. തേയ്മാനത്തിന് ആവാനായിട്ടില്ല എങ്കിലും പണ്ട് മുതലേ ഭയങ്കര ഹെവി വെയിറ്റ് ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ തേയ്മാനം ഈ ഏജിലും വന്നേക്കാം. എനിക്ക് കുറച്ച് ദിവസമായിട്ട് കാലിന്റെ ഈ വലത്തെ കാലിന്റെ മസിൽ ഇങ്ങനെ കേറുന്നു രാത്രി. അതൊന്നും നോക്കിയാലേ പറയാൻ പറ്റും. പിന്നെ മറ്റൊന്ന്,
നിങ്ങൾ യോഗ കഴിഞ്ഞ് നടക്കാനൊക്കെ പോകുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നല്ലൊരു വെൽ ഫിറ്റിംഗ് ഷൂട്ട് ഇട്ടേ നടക്കാവും. സാധാരണ നടക്കുന്ന പോലല്ല, നടക്കാൻ പോകാൻ വേണ്ടി നടക്കുക. എക്സസൈസ് നടക്കുമ്പോൾ മിക്കവാറും കാലിന് നല്ല 2 കാലിന് നല്ല ഫിറ്റായ ഷൂട്ട് നടക്കുക, അല്ലെങ്കിൽ കാലിൻ്റെ മുട്ടിനും ആങ്കിളിനൊക്കെ സ്ട്രെയിൻ വരുന്നത് സ്വാഭാവികമാണ്. അപ്പോൾ അത് നിങ്ങളെ ഒന്ന് കണ്ടാലേ എന്താണ് അതിൻ്റെ ഡയഗ്നോസിസ് എന്ന് പറയാൻ പറ്റും. ഡോക്ടറുടെ ആയുർവേദിക് ഹെർബൽ ഹെൽത്ത് സെന്ററിലാണ് ഷാർജ. ഒരു മിനിറ്റ് ഞാൻ എന്റെ ഹസ്ബൻഡിനോട് ഡോക്ടറുടെ ആയുർവേദിക് ഹെർബൽ ഹെൽത്ത് സെന്ററിലാണ്. ഞങ്ങൾ ലാസ്റ്റ് ഡോക്ടർ നമ്പർ പറയുന്നതായിരിക്കും, അവസാനം എഴുതി കാണിക്കുന്നതായിരിക്കും. നമ്പർ നോട്ട് ചെയ്ത് ഡോക്ടറെ വിളിക്കാം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് miyoram@ntva.com ഒരു മെയിൽ അയക്കാം. ഡോക്ടർ ഡീറ്റെയിൽസ് ചോദിച്ചിട്ട് ഞങ്ങൾ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു, ബൈ. അപ്പം ഡോക്ടർ ഇപ്പം പറഞ്ഞു തേയ്മാനം അത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? തേയ്മാനം അതായത് യൂസ്ഡ്. ഇപ്പോൾ നമ്മളൊരു ഒരു റേസർ റബ്ബർ എടുക്കുകയാണ്, റബ്ബറിൻ്റെ ഒരു ഭാഗം നമ്മൾ യൂസ് ചെയ്യുന്നു, മറ്റു ഭാഗം അല്ലേ? അപ്പോൾ അത് എന്തുകൊണ്ടാണ് തേയുന്നത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ദ ആൻസർ ഇസ് ദർ ബിക്കോസ് വി ആർ യൂസിങ് ഇറ്റ് അല്ലേ എന്ന് പറഞ്ഞു. ഡെഫിനറ്റ്ലി ഞാൻ പറയാം, 40 വയസ്സ് 42 വയസ്സ് എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചോളം 40 ഈസ് നോട്ടി അല്ലേ, ചെറുപ്പമാണ്, നമ്മൾ സമ്മതിക്കില്ല വയസ്സായെന്നുള്ളത്. പക്ഷെ 40 വയസ്സായ ഒരു കാറിനെ പറ്റി ആലോചിച്ച് നോക്കിയാൽ സ്ക്രാപ്പായിട്ടുണ്ടാവും. 40 വയസ്സായ നമ്മുടെ വീടിനെ പറ്റി ആലോചിച്ച് നോക്കിയാൽ അല്ലേ, അപ്പം പെയിൻറ്റ് പോയി കാണും, അതിൽ വരുന്ന പൈപ്പ് ലൈൻസിന് പ്രശ്നങ്ങളുണ്ടാവും അല്ലേ. മനുഷ്യ ശരീരം അതിനേക്കാളും കൂടുതൽ എപ്പോഴും സ്ട്രെസ്സും സ്ട്രെയിനും എല്ലാം ഫേസ് ചെയ്യുന്നൊരു സാധനമായതുകൊണ്ട് തേയ്മാനം തന്നെ പ്രകൃതിയുടെ ഒരു സംഭവമാണ്. ഒരിക്കലും ഒരു തേയ്മാനം റിവേഴ്സ് ചെയ്യൂല. ഒരു എല്ലിൻ്റെ തേയ്മാനങ്ങളൊന്നും ഒരിക്കലും റിവേഴ്സ് ചെയ്ത് വരില്ല. അപ്പോൾ അതിന് തേയ്മാനം ഉണ്ടാകുന്ന ഫാക്ടേഴ്സിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ചില ഘടകങ്ങളാണ് ഓവർ വെയ്റ്റ്, മാൽ ന്യൂട്രീഷന്, നമ്മൾ ലൈഫ് സ്റ്റൈല്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ചില എക്സസൈസൊക്കെ ബോഡിയുടെ ഓരോ ജോയിൻറ്റിനും ഒരു റേഞ്ച് ഓഫ് മൂവ്മെൻറ്റ്സ് ഉണ്ട്. ആ റേഞ്ച് ഓഫ് മൂവ്മെൻറ്റിന് സ്ട്രെയിൻ ചെയ്യുന്ന പല ജിംനാസ്റ്റിക് എക്സസൈസും നമ്മൾ പലർക്കും ജിമ്മിൽ നിന്നൊരു ശരീരത്തിന് 6 പാക്ക് 4 പാക്ക് ഒക്കെ ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന അതൊക്കെ ഒരു പ്ലാൻഡായി ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ എന്ത് ഫങ്ഷന് വേണ്ടിയിട്ടാണ് ഒരു ജോയിൻറ്റ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്, അതിൻ്റെ ഓവർ ഫങ്ഷൻ വരുമ്പോൾ ഡെഫിനറ്റ്ലി there is a chance of getting degenerated അല്ലേ. അപ്പോൾ വയസ്സാകുമ്പോൾ തീർച്ചയായിട്ടും ബോണിൻ്റെ മിനറലൈസേഷൻ കുറയും. അതുപോലെ സ്ത്രീകൾക്കൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് 40 ഒക്കെ കഴിഞ്ഞ് 50 ഒക്കെ ആകുമ്പോഴേക്കും മെനോപോസൽ സ്റ്റേജ് ഒക്കെ ആകുമ്പോഴേക്കും തീർച്ചയായിട്ടും കാൽസ്യം ഡെഫിഷ്യൻസി വരാം, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ വരാം. അപ്പോൾ അതുകൊണ്ട് പിന്നെ ആ സമയത്തൊക്കെ നമ്മളെ ജോയിൻസിനെ പറ്റി ഒന്ന് ശ്രദ്ധിക്കാതെ ആക്റ്റീവായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ഫലം പിന്നെ വരും. മനസ്സിലായില്ലേ? ഡോക്ടർ നേരത്തെ പറഞ്ഞിരുന്നു റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിനെ കുറിച്ച്. അപ്പം ഇതും ഫൈബ്രോമയാൽജിയും തമ്മിലുള്ള വ്യത്യാസം? അത് രണ്ടും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് നമ്മൾ കഴിഞ്ഞ ഒരു സെഷനിൽ ചർച്ച ചെയ്തതാണ്. റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിന് ആർത്രൈറ്റിസ് അതിന് പിന്നെ ഒരുപാട് ഇൻവെസ്റ്റിഗേറ്റീവ് അത് വലിയ ജോയിൻസിനാണ് കൂടുതൽ ബാധിക്കുക. കാലിൻ്റെ മുട്ട്, കൈയിൻ്റെ മുട്ട് ഒക്കെ നല്ല സോളൻ ആയിരിക്കും. സൈനോവൈറ്റിസ് തന്നെ, അതായത് ഒരു ജോയിൻ്റ് എന്ന് വെച്ചാൽ ഒരു ബോണിൻ്റെ ലോവർ എൻഡിൽ ഒരു ആർട്ടിക്കുലേറ്റിംഗ് സർഫസ് ഉണ്ടാവും. ആ 2 ബോൺസ് തമ്മിൽ കൂട്ടി അറിയാതിരിക്കാനുള്ളൊരു സർഫസ്. പിന്നെ അതിൻ്റെ ഉള്ളിൽ ലിഗ്മെൻറ്റ്സ് ഉണ്ടാവും. അതെല്ലാം കവർ ചെയ്തിട്ട് ഒരു മെംബ്രെയിൻ ഉണ്ടാവും, വലിയ ഫ്ലൂയിഡ് ഉണ്ട്, സൈനോവൽ ഫ്ലൂയിഡ് എന്നൊക്കെ പറയും. ഈ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിലൊക്കെ പ്രധാനമായും സൈനോവൈറ്റിസ്, അതിനുള്ളിൽ നീർക്കെട്ട് വന്നിട്ട് ഇൻഫ്ലമേഷൻ തന്നെ കാര്യമാണ്. റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിനും വരാം, ഗൗട്ടി ആർത്രൈറ്റിസിനും വരാം. അങ്ങനെയൊക്കെ വളരെ സ്പെസിഫിക് ആയ ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ ഉള്ള ഡിസീസിൽ പെട്ട ഒന്നാണ് ഈ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഒക്കെ. വളരെ സ്പെസിഫിക് ആയി ഹെമറ്റോളജിക്കൽ ബ്ലഡ് ടെസ്റ്റ് തന്നെ ചെയ്താൽ തന്നെ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഫാക്ടർ ഉണ്ട്. അതുപോലെ CCP ആൻറ്റിബോഡി ഒക്കെ ടെസ്റ്റ് ചെയ്താൽ നമുക്ക് വ്യക്തമായിട്ട് ഡയഗ്നോസിൽ എത്താൻ പറ്റും. ഫൈബ്രോമയാൽജി അങ്ങനെയല്ല, മനസ്സിലായി. പക്ഷേ കുറച്ചുകൂടി അതല്ലാതെ ഒരു വേഗമായിട്ടുള്ള ഒരു ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ ഉള്ള സാധനമാണ്. ഓക്കെ, നമുക്കൊരു കോളർ എത്തിയിരിക്കുകയാണ്. ഹലോ, നമസ്കാരം, വീഡിയോയിലേക്ക് സ്വാഗതം. ഹായ്, ആരാ ഇത്? ഞാൻ ബീന. ബീന, ഡോക്ടറോട് ചോദിച്ചോളൂ ബീന. ഓക്കെ, പറയൂ ബീന. ഹായ്, ഗുഡ് ആഫ്റ്റർനൂൺ ഡോക്ടർ. ഗുഡ് ആഫ്റ്റർനൂൺ. എന്റെ പേര് ബീന, ഞാൻ അബുദാബിയിലാണ്. പറയൂ. ഞാനൊരു ഫൈബ്രോമയാൽജിയ പേഷ്യന്റ് ആണ്. എന്തിന്റെ ഫൈബ്രോമയാൽജിയ പേഷ്യന്റ്? പറഞ്ഞു. അതെ അതെ. പക്ഷെ ഇത് ഒരുപാട് ഡയഗ്നോസിസ് ചെയ്തതിന് ശേഷമാണ് ഇത് ഈ കൺക്ലൂഷനിൽ എത്തിയത്. കാരണം എനിക്കിങ്ങനെ ഈ ഡോക്ടർ ഇപ്പൊ ഞാൻ ഷോ കണ്ടിരുന്നു, അപ്പൊ അതിനകത്ത് പറഞ്ഞ അതേ സിംറ്റംസ് ഞാൻ പല ഡോക്ടേഴ്സിനെ കണ്ടു.
അവസാനം ഞാൻ നാട്ടിൽ പോയിട്ട് ഒരു ന്യൂറോയെ കണ്ടപ്പോൾ അദ്ദേഹമാണ് പറഞ്ഞത് ഇപ്പോൾ ഉള്ള എല്ലാ മെഡിസിൻസും വേറെ ഫിസിഷ്യൻസ് ഒക്കെ തന്ന മെഡിസിൻസ് എല്ലാം അബാൻഡൻ ചെയ്യുക, യു ആർ ജസ്റ്റ് ഹാവിങ് ഫൈബ്രോമൈൽജിയ, അതിങ്ങനെ ഈ സ്ട്രെസ് കൊണ്ട്, അപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല, അപ്പൊ അതുകൊണ്ടൊക്കെ ഉണ്ടായതാണ് അങ്ങനെ പറഞ്ഞു. അപ്പൊ അന്നേരം എനിക്കൊരു ടാബ്ലറ്റ് തന്നിരുന്നു, ഒരു ആന്റി ഡിപ്രസന്റ്, അത് കഴിച്ചു, കുറച്ച് കുറവുണ്ട്. പക്ഷെ ദെൻ ഐ സ്വിച്ച് ടു ആയുർവേദ. പലരും പറഞ്ഞു, അവിടെ ഞാൻ നേരത്തെ ട്രീറ്റ്മെന്റ് എടുത്തിട്ടുമുണ്ട് തവണയായിട്ട്, ഞാൻ അവിടെ പോയിട്ട് ഒരു ആയുർവേദിക് സെന്ററിൽ പോയിട്ട് ഒരു 14 days ട്രീറ്റ്മെന്റ് എടുത്തു. എനിക്ക് വളരെ വ്യത്യാസമുണ്ടായിരുന്നു, ഒരുപാട് വ്യത്യാസം പറഞ്ഞാൽ എനിക്ക് പിന്നെ ഒരു 5 to 6 months ആയിക്കോ ഞാൻ ഇത് ചെയ്തത്. പക്ഷെ അതിനുശേഷം പിന്നെ എനിക്ക് ഇപ്പോ ഈ വിന്റർ ആയപ്പോ ഒരു എപ്പിസോഡ് പോലെ വന്നു. അത് ഈ പറഞ്ഞ പോലെ ഒരു സ്പോട്ട് എനിക്ക് വന്നത്, എനിക്ക് എന്റെ ലെഫ്റ്റ് സൈഡിലെ എന്റെ തലയുടെ മേലെയാണ് എനിക്ക് വേദന കൊണ്ട് വരും. പിന്നെ എനിക്ക് ആ ലെഫ്റ്റ് സൈഡിലെ എല്ലാ ജോയിന്റിനും വേദന വരും. പിന്നെ എനിക്ക് ഐ എം ജസ്റ്റ് ബെഡ് റിഡൻ ഫോർ 1 or 2 days. You are bedridden now? ഇന്നലെ ഫുൾ ഡേ എനിക്ക് നല്ല വേദനയായിരുന്നു. ഒന്നും ചെയ്യാൻ പറ്റില്ല, എനിക്ക് അവനെ കിടക്കണം തോന്നും. അതിന്റെ ക്ഷീണമുണ്ട്, പക്ഷെ എന്നാൽ കൂടുതൽ എനിക്ക് തല കറങ്ങും, അങ്ങനെയൊക്കെ ചെയ്യും. ആകെ എനിക്ക് തന്നെ അറിയത്തില്ല എന്തൊക്കെയോ ഐ എം ജസ്റ്റ് ഗോയിങ് ത്രൂ. അങ്ങനെ നമ്മൾ നേരത്തെ ഈ ടോക്കിന്റെ ആദ്യം തന്നെ പറഞ്ഞു, വൺ ഓഫ് ദി കോംപ്ലിക്കേഷൻസ് ഓഫ് ഫൈബ്രോമൈൽജിയ ഇസ് സ്ട്രെസ്. മാനസികമായിട്ട് ഭയങ്കര സ്ട്രെസ് ഉണ്ടാവും. So since I think since you are an educated woman and you know all the things so properly, be confident that if you are stressed, it will be increasing. Relaxed ആവുന്നു. രണ്ടാമത്തത്, നിങ്ങളുടെ ലാസ്റ്റ് 6 months മുമ്പ് കഴിഞ്ഞ കോഴ്സ് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ് വുഡ് ബി മച്ച് ബെറ്റർ. ഒന്ന്. രണ്ടാമത്തെ എന്താ വെച്ചാൽ, ഈ തണുപ്പ് കാലത്തൊക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ there are chances of triggering some kind of pains. അതുപോലെ കാരണം ഫൈബ്രോമൈൽജിക് പേഷ്യൻറ്റിന് ഈ ബ്രെയിനിൽ പെയിൻ ഫോം ചെയ്യുന്ന അത് ഉണ്ടാക്കുന്ന ഇതൊക്കെ വളരെ സെൻസിറ്റീവാണ്. അവർ ഭയങ്കര എപ്പോഴാണ് അറ്റാക്ക് ചെയ്യേണ്ട കണ്ടീഷനിലിരിക്കുകയാണ്. ഇന്നലെ രാവിലെ ഞാൻ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇപ്പൊ കൺട്രോൾ ഡയറ്റാ, കാരണം ആയുർവേദയിൽ പറഞ്ഞിരിക്കുന്നത് എനിക്ക് വെയിറ്റ് കുറച്ച് കൂടുതലാണ്. അപ്പൊ ഞാൻ അത് കുറച്ചു, ഏകദേശം ഒരു 10 kg കുറഞ്ഞു ഒരു 6 months കൊണ്ട്. അതുപോലെ ഡയറ്റ് ചെയ്യുമൊക്കെയാ. പക്ഷെ അപ്പം എന്നാലും ഇത് പെട്ടെന്ന് എനിക്കറിയില്ല എങ്ങനെ വന്നു. ജസ്റ്റ് ഞാൻ സംസാരിച്ചോണ്ട് ഞങ്ങളിവിടെ ഇന്നലെ സാറ്റർഡേ ഓഫ് ആണ് എല്ലാവർക്കും, എല്ലാവരോടും സംസാരിച്ചോണ്ടിരുന്നു. പെട്ടെന്നാണ് എനിക്കത് ഈ വേദന അങ്ങോട്ട് വന്നു. എനിക്ക് നേരത്തില്ല, അപ്പോഴേ എല്ലാവർക്കും മനസ്സിലായി. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കയറ്റി ബെഡിൽ കിടത്തി കുറെ നേരം റിലാക്സ് ചെയ്യാനായിട്ട് പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് ഞാനിപ്പോ വിളിച്ചെന്താ വെച്ചാൽ, ഡോക്ടർ എന്റെ ആന്റി ഡിപ്രസന്റ് ടാബ്ലറ്റ് എടുക്കും. എനിക്ക് ആയുർവേദയില് എനിക്ക് തന്ന മെഡിസിൻസ്, കഷായം, അങ്ങനത്തെ എല്ലാം തീർന്നു. അപ്പൊ ഇപ്പൊ ഞാൻ ആന്റി ഡിപ്രസന്റ് എടുക്കണോ? അതാ എന്റെ ഒരു സംശയം. അപ്പൊ ഹസ്ബൻഡ് പറഞ്ഞു ആന്റി ഡിപ്രസന്റ് കഴിക്കണമെന്ന് പറയാൻ, അതിൻ്റെ ഒരു ലൈൻ ഓഫ് ട്രീറ്റ്മെന്റ് അതാണെന്ന് പറയാൻ കാരണം, പെയിൻ കില്ലേഴ്സ് കൊണ്ടൊന്നും ഇതൊന്നും സബ്സൈഡ് ചെയ്യില്ല. നിങ്ങൾക്കറിയാമല്ലോ, ആന്റി ഡിപ്രസന്റ് കഴിക്കുമ്പോൾ ഇൻഫാക്ട് വി ആർ ഗെറ്റിംഗ് ഫ്രീ ഫ്രം ഡിപ്രഷൻ. മനസ്സിലായില്ലേ? ഇപ്പം ഈ ആയുർവേദത്തിന് മറ്റൊരു വളരെ പ്രധാന ഒരു സംഭവം എന്ന് വെച്ചാൽ, ഈ മനസ്സും ശരീരവും തമ്മിൽ കമ്പയർ ചെയ്യുന്ന ഒരു ഗ്ലാസ്സിൽ ഒരു പാത്രത്തിലെ വെള്ളവും ആ പാത്രവുമായിട്ടാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു തണുത്ത വെള്ളം ഒരു ചൂടുള്ള പാത്രത്തിൽ ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പാത്രത്തിൻ്റെ ചൂടും തണുത്തു പോകും. ആൻഡ് വൈസ് വേഴ്സ, അല്ലേ? അപ്പോൾ എന്ന് പറഞ്ഞ പോലെ നമ്മൾ സ്ട്രെസ്ഡ് ആകുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പെയിനൊക്കെ ട്രിഗർ ചെയ്യും, എസ്പെഷ്യലി ഇൻ ദിസ് കേസ് ഓഫ് ഫൈബ്രോമൈൽജിയ. അപ്പോൾ കഴിയുന്നതും ട്രൈ ടു ഗെറ്റ് റിലാക്സ്ഡ് വിത്ത് സം തിങ്സ്. അങ്ങനെ നിങ്ങൾ സഹിക്കാൻ പറ്റാവുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്യുകയായിരിക്കും നല്ലത്. പിന്നെ ആൻറ്റി ഡിപ്രസൻറ്റ് കഴിക്കണ്ട എന്ന് പറയാൻ പറ്റില്ല, ബിക്കോസ് യു ആർ ദ വൺ ഹൂ ഈസ് സഫറിങ് പെയിൻ. അല്ലേ? ഇപ്പോൾ ആൻറ്റി ഡിപ്രസൻറ്റ് കഴിക്കുമ്പോൾ ഭയങ്കര ആണെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗോ ഓൺ വിത്ത് അലോങ് വിത്ത് ആയുർവേദിക് മെഡിസിൻസ്. നമ്മളതിനെതിരല്ല. പേഷ്യന്റിന്റെ കംഫർട്ടബിലിറ്റിയാണ് പ്രശ്നം. സോറി, ഇപ്പൊ ഞാൻ ഇപ്പൊ ഈ ഒരു അറ്റാക്ക് വന്നത് കൊണ്ട് ഇന്ന് രാത്രി എടുക്കാനാ പറഞ്ഞിരുന്നത് ആ ന്യൂറോ ഡോക്ടർ. സോ അപ്പം അദ്ദേഹം പറഞ്ഞനുസരിച്ച് ഞാൻ അതിപ്പോ എടുത്തത്. കാരണം ഒരു 2 months എടുക്കാനേ പറഞ്ഞിരുന്നുള്ളൂ എന്നോട്. അത് കഴിഞ്ഞിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്തു. പിന്നീട് എനിക്ക് ഒന്നും ഉണ്ടായില്ല. പിന്നെ ഞാൻ ആയുർവേദ ട്രീറ്റ്മെന്റും എടുത്തു. അപ്പൊ ഐ വാസ് ഓക്കെ. ഇപ്പോഴാണ് പെട്ടെന്ന് ഇങ്ങനെ ഒന്ന് വന്നതുകൊണ്ട് എല്ലാവർക്കും ഒരു പേടി പോലെയാവും. Nobody had like this. കാരണം ഇനി ഒരു വിഷയം അതങ്ങനെ ഡയഗ്നോസിസ് ചെയ്തിട്ടില്ലായിരുന്നായിരിക്കും. How your job stress or any family stress is there? Pardon? എന്തെങ്കിലും സ്ട്രെസ് ഉണ്ടോ, ജോബ് ആയിട്ടോ ഫാമിലി ആയിട്ടോ? ഇല്ല, ജോബ് കുറച്ച് സ്ട്രെസ്ഫുൾ ആയതുകൊണ്ടാണ് ഞാൻ ജോബ് വിട്ടത്. വർക്ക് ചെയ്തില്ല. അപ്പൊ അതാണ് കുറച്ച് പീസ് ഓഫ് മൈൻഡ് ഉണ്ട്.
ഫാമിലിയിൽ അങ്ങനെ കുറെ നല്ല കാം ആൻഡ് എല്ലാവരും അണ്ടർസ്റ്റാൻഡിങ് ആണ്, നത്തിങ് അങ്ങനെയൊന്നുമില്ല. പക്ഷെ പെട്ടെന്ന് ഡോക്ടർ ഇന്നൊരു കാര്യം പറഞ്ഞാൽ കേട്ടു, ക്ലൈമാറ്റിക് കണ്ടീഷൻ. ഈ കഴിഞ്ഞ ദിവസം കുറച്ച് ബീച്ചിൽ പോയിട്ട് കുറെ തണുത്ത കാറ്റടിച്ചു. അതാവണം എന്നാ എനിക്ക് തോന്നുന്നു. പെട്ടെന്ന് അങ്ങനെ വരണമെങ്കിൽ ഏതെങ്കിലും ഒരു ചേഞ്ച് എന്തെങ്കിലും ഉണ്ടായത് അത് മാത്രമേ ഉള്ളൂ. ആയിരിക്കാം. അതായത് നമ്മൾ പിന്നെ സാധാരണ സംഭവിക്കുകയെന്ന് വെച്ചാൽ തണുപ്പാകുമ്പോൾ തീർച്ചയായിട്ടും ഈ പെരിഫറൽ നെർവ്സൊക്കെ ഒന്ന് വെസൽസ് ഒന്ന് കൺട്രാക്ട് ചെയ്യും. മനസ്സിലായില്ലേ? അപ്പം അതൊക്കെ ഇത്രയും ഈ പെയിനൊക്കെ ട്രിഗർ ചെയ്യാം. നേരത്തെ ഞാൻ പറഞ്ഞു നമ്മളെ ഈ പെയിനിലെ മെസ്സേജൊക്കെ അയക്കുന്ന ഒരു ന്യൂറോ കെമിക്കൽ സാധനമുണ്ട് അല്ല. അപ്പോൾ ഈ ഫൈബ്രോമയാൾജിയ പേഷ്യൻസിന് ഇങ്ങനെ ചെറിയ കാരണങ്ങൾ ട്രിഗർ ചെയ്യുമ്പോൾ പെയിൻ വന്നേക്കാം. മനസ്സിലായി? അതൊരു ഇറ്റ് ഇസ് നോട്ട് എ പെർമനൻറ്റ് ഡാമേജ്. ആ സമയത്ത് വന്നതാണ്, എൻവയോൺമെൻറ്റൽ ഫാക്ടർ. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ് ഈ രോഗത്തിൻ്റെ പറയുമ്പോൾ ജനറ്റിക്, ന്യൂറോ ബയോളജിക്കൽ, എൻവയോൺമെൻറ്റൽ, സ്ട്രെസ്, ഒരുപാട് കാരണങ്ങൾ പറഞ്ഞു. അപ്പോൾ എൻവയോൺമെൻറ്റ് ഈസ് വൺ ഓഫ് ദ റീസൺസ് ഫോർ ദാറ്റ്. കഴിച്ചോളൂ. നിങ്ങൾ അതിലിടയ്ക്ക് ചില ഓറൽ മെഡിസിൻസ് ആയുർവേദം അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുണ്ട്. പക്ഷേ നോട്ട് ഇൻ ദിസ്. ഇപ്പോൾ പെയിന് ഭയങ്കരമുള്ള കണ്ടീഷൻ അല്ലാതെ തന്നെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ചില മരുന്ന്. ഐ ഡോണ്ട് നോ വാട്ട് മെഡിസിൻസ് യു ആർ ടേക്കിംഗ്. അതിൻ്റെ മെഡിസിൻ്റെ കോമ്പിനേഷനോ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് മെയിൽ അയച്ചാൽ ഞാൻ റിപ്ലൈ ചെയ്യാം. ഓക്കെ. താങ്ക് യു ബീന. ബൈ. താങ്ക് യു. ബൈ. ഡോക്ടർ, ഇപ്പം നമ്മൾ ഫൈബ്രോമയാൾജിയെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മുടെ കോളറും വിളിച്ച് ഇത് തന്നെയാണ് പറഞ്ഞത് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. അപ്പം അത് പെട്ടെന്ന് ഒരു ദിവസം ഇങ്ങനെ മാറിക്കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഒരു ദിവസം ട്രിഗർ ചെയ്യാനുള്ള സാധ്യത വരും. അതാണ് നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്. എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ചോദ്യം അത് തന്നെയാണ്. അതെ, കാരണം തണുത്ത കാറ്റടിച്ചപ്പം ഇത്തരം കണ്ടീഷൻസ്, ഈ രോഗങ്ങളൊക്കെ നമ്മൾ പൊതുവെ സാധാരണ ഡിസ്കസ് ചെയ്യാത്തൊരു രോഗമാണ്. മനസ്സിലായില്ലേ? ജനങ്ങൾ അറിയാം, ഒരു വളരെ കോമൺ ആയിട്ടുള്ള ഒരു പേര് അല്ല, അറിയാം, അറിയപ്പെടുന്ന ഒരു രോഗമല്ല. ഇതേപോലെ ഇപ്പം അവർക്ക് പറഞ്ഞു പിന്നെ ചെറിയ കടപ്പുറത്ത് പോയിട്ട് കാറ്റ് കൊണ്ട് തണുത്ത് വന്നപ്പോഴുണ്ടാകുന്ന അതല്ലാതെ ഒരു മെന്റൽ ട്രോമ വരുമ്പം ട്രിഗർ ചെയ്യാം. അങ്ങനെ സംഭവിക്കാവുന്ന ഒരു കണ്ടീഷനാണ്. എനിക്കൊന്ന് പലരും ഡോക്ടർ ഇതുപോലെ വേദനയായിട്ട് ഡോക്ടർ കൺസൾട്ടേഷൻ വരുമ്പം അത് അവസാനം നിങ്ങൾ ഡയഗ്നോസ് ചെയ്ത് പറയുമ്പോഴായിരിക്കും ഇങ്ങനെ ഒരു രോഗം ഉണ്ടെന്ന് പലരും തിരിച്ചറിയും. എല്ലാ വേദനയും ഫൈബ്രോമയാൾജി അല്ല തീർച്ചയായിട്ടും. പക്ഷേ നമ്മളങ്ങനെ പറയുന്നതും തെറ്റാണ്. പക്ഷെ നമ്മുടെ ഒരു റെയർ രോഗത്തിന്റെ ഒരു അവയർനെസ് കൊടുക്കുക എന്നുള്ളതാണ് ടോക്കിന്റെ ഉദ്ദേശം. അല്ലാതെ വേദനയായിട്ട് വരുന്ന എല്ലാവരും ഫൈബ്രോമയാൾജി പേഷ്യന്റ് ആണെന്ന് പറയുന്നത് അങ്ങനെയല്ലല്ലോ. ഡെഫിനറ്റ്ലി നോട്ട്. ഇതിനിപ്പം ഇങ്ങനെ ഒരു ഫൈബ്രോമയാൾജി പേഷ്യൻസ് നമ്മളുടെ ഭക്ഷണ രീതിയിൽ എന്തെങ്കിലും ശ്രദ്ധിക്കാനായിട്ടുണ്ടോ? ഭക്ഷണ രീതിയിൽ ഉണ്ടായേക്കാം. കാരണം ഇന്നത്തെ ഭക്ഷണം ഒരുപാട് എന്താ പറയുക അഡൾട്രേറ്റഡ് ആണ്. മനസ്സിലായില്ലേ? അപ്പോൾ അത് ട്രിഗർ ചെയ്യുന്ന ഒരുപാട് പ്രശ്നങ്ങൾ കൊണ്ട് വന്നേക്കാം. ഇപ്പോൾ അലർജി ഇപ്പോൾ ചിലവർക്ക് ചില ഭക്ഷണം കഴിച്ചാൽ അലർജി ഉണ്ടാവും അല്ലേ? അങ്ങനെ ഈ അലർജി എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മൾ സ്കിന്നിൽ മാനിഫെസ്റ്റ് ചെയ്യുന്ന ലക്ഷണം തന്നെ ആയിക്കോളുന്നില്ല അലർജി. ചിലർക്ക് ചില ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ വയറിളകാം, ചിലർക്ക് ശ്വാസം മുട്ടലുണ്ടാവാം. അങ്ങനെ അലർജിയുടെ മാനിഫെസ്റ്റേഷൻ ഡിഫറെൻറ്റ് തരത്തിലാണ്. ഈ പെയിൻ ട്രിഗർ ചെയ്യുന്ന ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കാം. മനസ്സിലായില്ലേ? അപ്പോൾ ചില ഭക്ഷണങ്ങൾ അത് നമ്മൾ പേഷ്യൻറ്റിനെ ഇവാലുവേറ്റ് ചെയ്യുമ്പം അവരുടെ ഫുഡ് ഹാബിറ്റ്സും എന്തെല്ലാം ഫുഡ് കഴിക്കുന്നു, എന്തെല്ലാം കഴിക്കുമ്പോൾ അങ്ങനെ പ്രശ്നങ്ങളുണ്ട്. ഒരുപാട് വി ഹാവ് ടു എഡ്യൂക്കേറ്റ് ദ പേഷ്യൻറ്റ്. ഇൻഫാക്ട് അതിന് പേഷ്യൻറ്റും ഡോക്ടർ ഇരുന്നിട്ട് ഒരുപാട് ഡിസ്കസ് ചെയ്തിട്ട് പ്രത്യേകിച്ച് ആയുർവേദത്തിൽ പ്രകൃതി എന്ന് പറഞ്ഞ സിസ്റ്റം ഉണ്ട്. പ്രകൃതി മീൻസ് ഓരോ ജനറ്റിക് ഫീച്ചേഴ്സ് അല്ല, അതല്ല പ്രകൃതി നാച്ചുറോപ്പതി. ഇതല്ലാതെ ഓരോ ജനറ്റിക് ഫീച്ചേഴ്സ് അനുസരിച്ച് ജനങ്ങളെ ഒരു മനുഷ്യ ശരീരത്തെ 7 പ്രകൃതിയെ തിരിച്ചിട്ടുണ്ട്. വാതപ്രകൃതി, പിത്തപ്രകൃതി, അങ്ങനെ അതിനനുസരിച്ച് നമ്മൾ ഇവാലുവേറ്റ് ചെയ്തിട്ട് ചില മരുന്നുകളും, അതാണ് ആയുർവേദത്തിൻ്റെ പ്രത്യേകത. ചില മരുന്നുകൾ എല്ലാവർക്കും ഒരേ മരുന്ന് ആയിക്കൊള്ളുന്നില്ല. ചില കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിഫറൻസിന് കോൺസ്റ്റിറ്റ്യൂഷൻ ഫിഗേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതിനുള്ള ചികിത്സ അവർക്ക് ആ ഡ്രഗ് ഓഫ് ചോയ്സ് ഡിഫറെൻ്റ് ആയിരിക്കാം. അതുകൊണ്ടാണ് ഞാൻ അവരോട് പറഞ്ഞത് എന്ത് മരുന്നാണ് കഴിക്കുന്നത് എപ്പോഴും. ഒരു മറ്റേ ഓൺലൈൻ ട്രീറ്റ്മെൻറ്റ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വി ആർ നോട്ട് സീയിങ് ദ പേഷ്യൻറ്റ് അല്ലേ, വി ആർ നോട്ട് പ്രോപ്പർലി ഇവാലുവേറ്റിംഗ് ദ പേഷ്യൻറ്റ്. അങ്ങനെയാണ് ആയുർവേദത്തിൽ പ്രത്യേകം. അതുപോലെ ഡോക്ടർ, ഇപ്പോൾ ഇത്രയും വേദനയുള്ള സ്ഥിതിക്ക് അവർ ഏതെങ്കിലും തരത്തിലുള്ള എക്സസൈസസ് ചെയ്യാൻ സാധിക്കുമോ? അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ ഏത് തരത്തിലുള്ള എക്സസൈസ് ആണ് അവർ ഫോളോ ചെയ്യുന്നത്? തീർച്ചയായിട്ടും ഫൈബ്രോമയാൾജിയ പേഷ്യൻറ്റ് ഒരു സെഡൻറ്ററി ആയിരിക്കാതെ ആക്റ്റീവ് ആയിരിക്കണം.
നടക്കണം. ഹെവി ആയിട്ടുള്ള എക്സസൈസ് ഒന്നും അല്ല, സാധാ ഒരു മസിൽസിന് ഒരു ആയാസം കൊടുക്കുന്ന നല്ല തരത്തിലുള്ള എക്സസൈസ് നടക്കലാണ് ഏറ്റവും നല്ലത്. നടക്കൽ, ജോഗിങ്, എയറോബിക്സ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് തിങ് ഇഫ് ദ പേഷ്യൻ ക്യാൻ ഡു വിത്ത്. അതായത് എയറോബിക്സിൻ്റെ താളമുണ്ട്. അപ്പോൾ മനസ്സിനും ശരീരത്തിനും കൂടി സുഖമായ ഒരു സംഭവമാണ്. മെഡിറ്റേഷൻ ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. ആൻഡ് യോഗ അതിൻ്റെ ഫിസിക്കൽ കണ്ടീഷൻ അറിഞ്ഞുകൊണ്ടുള്ള ചില യോഗ പോസ്റ്റേഴ്സൊക്കെ അതിനും സഹായിക്കും. ഓക്കെ, അപ്പോൾ നമുക്കൊരു കോളർ എത്തിയിരിക്കുകയാണ്. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഹലോ, നമസ്കാരം. ഓൾറൈറ്റ്, എനിക്കൊന്ന് കോള് ഡ്രോപ്പ് ആയിരിക്കുകയാണ്. അപ്പോൾ യോഗ എക്സസൈസിനെ കുറിച്ച് പറഞ്ഞു. അപ്പം യോഗ അതുപോലെ മെഡിറ്റേഷൻ നല്ല ഒരു വേ ഓഫ് അല്ലേ, ഇത് നല്ലതായിട്ടൊരു ഉള്ളൊരു കാര്യം. യോഗ എന്ന് പറയാൻ കാരണം വെച്ചാൽ മനസ്സിനും ശരീരവും തമ്മിൽ ട്യൂൺ ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് യോഗ. വെച്ചാൽ അങ്ങനെ ചെയ്യുമ്പോൾ മാനസികമായിട്ട് സന്തോഷം കിട്ടും. പ്ലസ് ഒരു ചെറിയ ഫിസിക്കൽ എക്സസൈസ് കൊണ്ട് ശരീരത്തിനും ആയാസം കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് യോഗ ഇത്തരം ചികിത്സകൾ. യോഗ എല്ലാ ഈവൺ ഡയബറ്റീസിന്, ഹൈപ്പർ ടെൻഷന്, പിന്നെ എല്ലാത്തിനും പറ്റിയൊരു ചികിത്സ. അതുപോലെ ഡോക്ടർ, ഇപ്പം ഇങ്ങനെ ഇത്രയും വേദനയുള്ള സ്ഥിതിക്ക് എണ്ണ തേച്ച് ദിവസം കുളിക്കുന്നത് അത് എത്രമാത്രം യൂസ്ഫുൾ ആണ്? അല്ലെങ്കിൽ ഹോട്ട് ആൻഡ് കോൾഡ് വാട്ടർ ബാത്ത്, ഇതിനെക്കുറിച്ചും കേട്ടിട്ടുണ്ട്. സത്യത്തിൽ ഫൈബ്രോമയാൾജിക് പേഷ്യൻസ് ഒക്കെ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര തണുപ്പിന് എക്സ്പോസ്ഡ് ആവുന്നത് നല്ലതല്ല. ഹോട്ട് ബാത്തും വെച്ചാൽ ഒരു പരിധിക്കപ്പുറം ചെയ്യുമ്പോൾ പറഞ്ഞ പോലെ തന്നെ എനി ട്രിഗറിങ് പോയിന്റ്സ്, ട്രിഗറിങ് ഫാക്ടേഴ്സ് ക്യാൻ ഹാവ് സം ഇൻഫ്ലുവൻസ് ഓൺ ദ പെയിൻ. മനസ്സിലായില്ലേ? പക്ഷെ കമ്പാരിറ്റീവ്ലി തണുപ്പിനേക്കാളും കൂടുതൽ ചൂടാണ് എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. കാരണം ആയുർവേദ ചികിത്സയിലും അങ്ങനെ ഒരു സ്വേദന ചികിത്സ ആയതുകൊണ്ട് പിന്നെ അതാണ് നല്ല കുറച്ചുകൂടി. ചൂട് വെള്ളത്തിൽ കുളിക്കുന്നതായിരിക്കും. അതുപോലെ എണ്ണ പുരട്ടി കുളിക്കുന്ന അതും എണ്ണ ഓക്കെ, എണ്ണ തേച്ച് കുളിക്കുന്നത് സാധാരണ കുളിക്കുന്നത് ശരി സ്കിന്നിനൊരു എന്താ പറയുക കുറച്ചുകൂടി ഒരു മോയ്സ്ചറൈസ്ഡ് ആയിരിക്കും. ഓക്കെ, നമുക്ക് അതിലേക്ക് വരാം. ഡോക്ടർ, ഒരു കോളർ എത്തിയിരിക്കുകയാണ്. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. വെടിയോരത്തിലേക്ക് സ്വാഗതം. ഹലോ, നമസ്കാരം. കുറച്ച് ഉറക്കെ സംസാരിക്കുമോ? ആരാ ഇത്? യെസ്, പറയൂ, പേര് പറയൂ. ലത, എന്റെ പേര് ലത. ലത, ഡോക്ടറോട് ചോദിച്ചോളൂ. പറയൂ ലത. അവര് ഇത് ഓൺ ചെയ്യുന്നു. യെസ്, ടിവിയുടെ വോളിയം കുറച്ചിട്ട് ഫോണിൽ ശ്രദ്ധിച്ച് സംസാരിക്കൂ ലത. ഇല്ല ഇല്ല ഇല്ല. പറയൂ ലത, ചോദിച്ചോളൂ. ഡോക്ടർ, എനിക്ക് കുറെ വർഷങ്ങളായിട്ട് ഇങ്ങനെ ഒരു റൈറ്റ് സൈഡ് ഒരു പെയിൻ ഉണ്ടായിരുന്നു. പല ഡോക്ടർമാരെ കാണിച്ചു. അപ്പൊ അവസാനം ഡോക്ടർ ഫൈബ്രോമയാൾജിയ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ നാട്ടിൽ കൊണ്ടുപോയി, നാട്ടിലൊരു ന്യൂറോ ഡോക്ടറെ കണ്ടു. അപ്പം ഡോക്ടർ പറഞ്ഞു മയോഫേഷ്യൽ പെയിൻ സിൻഡ്രോം അങ്ങനെ. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് 1-2 വർഷം ഇങ്ങനെ ആയുർവേദ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തു. പക്ഷെ അതിനൊന്നും ഒരു ഒറ്റ പെർഫോമൻസ് കിട്ടിയില്ല. അപ്പം ഡോക്ടർ അതിന് 1-2 മെഡിസിൻ തന്നിട്ടുണ്ട്, ഈ മയോഫേഷ്യൽ പെയിൻ സിൻഡ്രോം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അത് കഴിച്ചിട്ടും എനിക്ക് അങ്ങനെ വലിയ വ്യത്യാസമൊന്നും കണ്ട. ഇപ്പൊ ഒരു 3-4 മാസമായിട്ട് കഴിക്കുന്നുണ്ട്. അത് ബോഡി റൈറ്റ് സൈഡ് മാത്രമാണോ? റൈറ്റ് സൈഡിൽ. അത് ജോലിയൊക്കെ ചെയ്യുമ്പോഴാണ് കൂടുതലായിട്ട് അതിന്റെ പെയിൻ വരുന്നത്. ആണല്ലോ. അത് ശരിക്ക് ഫൈബ്രോമയാൾജിയ എന്ന് ഡോക്ടർ ഡയഗ്നോസ് ചെയ്തത് എങ്ങനെ അറിയില്ല എനിക്ക്. കാരണം മൾട്ടിപ്പിൾ ഒന്നിൽ കൂടുതൽ ഭാഗത്ത് വേദന ഫൈബ്രോമയാൾജിയുടെ സിംറ്റംസ് ആണ്. മറ്റ് ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ട്സ് ഒക്കെ എങ്ങനെയുണ്ട്? ഇൻവെസ്റ്റിഗേഷനൊക്കെ ഒന്നും എല്ലാം നോർമലാണ്. എവരിതിങ് നോർമൽ, ഈവൻ MRI. ജോയിന്റ്സിന് പെയിൻ വരുന്നുണ്ട്. അത് കൂടുതലായിട്ട് റൈറ്റ് സൈഡിൽ മാത്രമേ ഉള്ളൂ? റൈറ്റ് സൈഡിൽ. അതൊന്ന് കണ്ടാലേ പറയാൻ പറ്റും. അപ്പൊ ഡോക്ടറെ കോണ്ടാക്ട് ചെയ്യണമെങ്കിൽ ഇവിടെ ഞങ്ങൾ അവസാനം ഡോക്ടർ നമ്പർ പറയുന്നതായിരിക്കും, അവസാനം താഴെ എഴുതി കാണിക്കുന്നതായിരിക്കും. അപ്പോൾ അത് നോട്ട് ഡൗൺ ചെയ്തോളൂ. അത് കൂടാതെ milioram@ntv.com മെയിൽ അയക്കുകയാണെങ്കിൽ ഡോക്ടറുടെ ഇമെയിൽ IDയും അതുപോലെ മറ്റു ഡീറ്റെയിൽസും തരാം. ഓക്കെ, താങ്ക് യു. ബൈ. ഓൾറൈറ്റ് ഡോക്ടർ, അപ്പം ഏകദേശം നമ്മുടെ സമയം ഇവിടെ കഴിയുകയാണ്. വളരെ നന്ദി ഇന്ന് വന്നതിലും ഫൈബ്രോമയാൾജിയെ കുറിച്ചൊക്കെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതിലൊക്കെ വളരെ നന്ദി.
ഓൾറൈറ്റ്. അപ്പം ഡോക്ടർ നമ്പർ ചോദിച്ചുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഇതുപോലെ 1-2 പേര് ചോദിച്ചു. ഡോക്ടർ നമ്പർ 0656154334 ആണ്. ഡോക്ടർ ഷാർജയിലാണ് അല്ലേ ഡോക്ടർ? റോളയിൽ ഷാർജ റോളയിലാണ് ആയുർവേദിക് ഹെർബൽ ഹെൽത്ത് സെൻറ്റർ. ഒരു കൂടി ഞാൻ നമ്പർ പറയാം, 0656155434. ഇത് കൂടാതെ നിങ്ങൾക്ക് ഡോക്ടർ ഇമെയിൽ ID അതുപോലെ ഓഫീസിൻ്റെ ഡോക്ടർ ക്ലിനിക്കിൻ്റെ ലൊക്കേഷൻസ് ഒക്കെ വേണമെങ്കിൽ നമുക്കൊരു മെയിൽ അയക്കാം. മെയിൽ ID നിങ്ങൾക്കറിയാം, mediyoram@ntv.com. അതുപോലെ തന്നെ അരങ്ങേറ്റം എന്ന് പറയുന്ന നമ്മളുടെ NTV പുതിയതായിട്ട് തുടങ്ങാൻ പോകുന്ന പ്രോഗ്രാമിനെ കുറിച്ച് ഞാൻ ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്യാണ്. ഇതിൽ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ലൈവ് വന്ന് NTV പെർഫോം ചെയ്യണം എന്നുള്ള താല്പര്യം ഉണ്ടെങ്കിൽ അതിന് നമ്മളിവിടെ ഒരു വേദി ഒരുക്കുന്നതാണ്. ഞങ്ങൾ ചെയ്യേണ്ട ഇത്രമാത്രം നിങ്ങൾ ഡീറ്റെയിൽസ് വെച്ചിട്ട് ഞങ്ങൾക്ക് kr@ntvua.com ഒരു മെയിൽ അയക്കുക. അതുപോലെ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 0653555563. അപ്പോൾ ഇന്നത്തെ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നാളെ വീണ്ടും 2 തൊട്ട് 3 വരെ നമുക്ക് കാണാം വീഡിയോത്തിലൂടെ. അൻറ്റിൽ ദെൻ ഇറ്റ്സ് മീ ഷെറിൻ. നന്ദി, നമസ്കാരം.